ആസാദ് റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് 2021 പർച്ചേസ് ചെയ്യൂ, ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ. ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. താനൂർ-തിരൂർ പാതയിൽ വട്ടത്താണി ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവാകുന്നു. റോഡിൽ സൈൻ ബോർഡും ഡിവൈഡറും സിഗ്നൽ സംവിധാനവും ഇല്ലാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ജംഗ്ഷനിൽ ഡിവൈഡറും സിഗ്നൽ സംവിധാനവും അടക്കം സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. താനൂർ-തിരൂർ പാതയിൽ വട്ടത്താണി ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവായതോടെ വട്ടത്താണി ജംഗ്ഷനിൽ സൈൻ ബോർഡുകളും ഡിവൈഡറും സിഗ്നലിംഗ് സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വട്ടത്താണി ജംഗ്ഷനിൽ വയലത്തൂർ റോഡിൽ നിന്നും വാഹനങ്ങൾ എത്തുന്നതോടെ താനൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളുമായി കൂട്ടിയിടിച്ച നിരവധി അപകടങ്ങളാണ് ഒരു മാസത്തിനിടെ ഇവിടെ സംഭവിച്ചത്. പുതിയ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നല്ല തിരക്കാണ് ഇവിടെ. കാരണം അപ്പുറത്തുനിന്ന് റോഡ് ക്രോസ് ചെയ്ത് വരുന്ന ആൾക്കാർ, വൈലത്തൂർ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ, പിന്നെ ഈ ചീറിപ്പാഞ്ഞു പോണ തിരൂർ താനൂർ റോഡ്, ഈ സാഹചര്യം വളരെ ദുഷ്കരമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ ആർടിഒനോട് സംസാരിച്ച സമയത്ത് അയാൾ പറഞ്ഞത് പിന്നെ ജില്ലാ കളക്ടർക്കും എൻഫോഴ്സ്മെൻറ്റ് ആർടിഒക്കും റോഡ് സുരക്ഷാ ഓഫീസർമാർക്കൊക്കെ ഓരോ പരാതി കൊടുക്കാനാണ്. അത് ഞങ്ങൾ മെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. കൂടാതെ റോഡിന്റെ നവീകരണ പ്രവർത്തനത്തിന് ശേഷം വാഹനങ്ങൾ അമിത വേഗതയിലാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഇതും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. വട്ടത്താണി ജംഗ്ഷന് സമീപത്ത് തന്നെയാണ് റെയിൽവേ ട്രാക്കും കടന്നു പോകുന്നത്. നിത്യേന നിരവധി കാൽനട യാത്രക്കാരാണ് ഇതുവഴി റെയിൽവേ മുറിച്ചു കടക്കുന്നത്. ഇതും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. അപകടങ്ങൾ ഇല്ലാതാക്കാൻ വട്ടത്താണി ജംഗ്ഷനിൽ സൈൻ ബോർഡുകളും സിഗ്നൽ സംവിധാനവും ഡിവൈഡറും സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സ്ആപ്പ് കൂട്ടായ്മയായ പ്രതികരണവേദിയും രംഗത്തെത്തിയിട്ടുണ്ട്. മതിയായ രീതിയിൽ സിഗ്നൽ സംവിധാനവും സൈൻ ബോർഡുകളും ഡിവൈഡറും സ്ഥാപിച്ചാൽ ഇവിടെ അപകടങ്ങൾ കുറയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആദ്യം പറഞ്ഞതും അത് തന്നെയാണ്. ഒരു ചെറിയ വ്യത്യാസത്തിൽ ഒരു ബോർഡ് വൈഡർ എന്നുള്ള രൂപത്തിൽ അങ്ങനെ വളഞ്ഞു വരുന്ന ഒരു സാധനം. അപ്പോൾ അതാകുമ്പോൾ ഒരു 30 കിലോമീറ്റർ സ്പീഡ് ജംഗ്ഷനിലെത്തുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ആ രൂപത്തിലേക്ക് ഒരു കാര്യങ്ങൾ നടത്തി തരാൻ അധികൃതർ കണ്ണ് തുറക്കണം എന്നാണ് ഞങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്നത്. ദിനം പ്രതി അപകടങ്ങളുണ്ട്. ദിനം പ്രതി ഇന്ന് രാവിലെ കൂടി അപകടം ഉണ്ടാകുന്നത് എന്നും അപകടമാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ കണ്ടാൽ അറിയാം, ഈ ഒരു പൊസിഷൻ ഇവിടെ ബസ് ഇറങ്ങിയിട്ട് തൊട്ടപ്പുറത്ത് റെയിൽ മുറിച്ചടക്കുമ്പോഴുള്ള ജനങ്ങൾ അവർ ട്രെയിൻ വരുന്നത് കാണുന്നില്ല. അതൊക്കെ ഒരു പ്രശ്നമാണ്. പിന്നെ ഈ വട്ടത്താണി എന്ന് പറഞ്ഞാൽ അങ്ങാടിനെ സമയത്തോളം തന്നെ പറയുകയാണെങ്കിൽ പടിഞ്ഞാറൻ മേഖലയിലെ ഒരുപാട് ജനങ്ങൾ, ഒരു 3-4 വാർഡിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു മെയിൻ അങ്ങാടിയാണ് വട്ടത്താണി അങ്ങാടി. അവർക്കൊക്കെ സാധനം വാങ്ങാനും പിന്നെ അങ്ങാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെയിൽ മുറിച്ച് കടന്നാൽ അവർക്ക് അവശ്യ സാധനങ്ങൾ കിട്ടാനുള്ള ഒരു സാഹചര്യം ഉള്ളൂ ഇവിടെ.